ഈ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതിനൊരു ഈക്വലൻ്റ് ആയിട്ട് ഇഫ്താറും നമ്മളുണ്ടല്ലോ എന്നുള്ളിടത്തേക്കാണ് സംഗതി വെക്കുക. അതിലിപ്പോൾ ഡ്രസ് കോഡ് ഇഫ്താറിന് ട്രെൻഡായിട്ട് വരുന്നുണ്ട്. പിന്നെ അറബി കുപ്പായങ്ങളും ബാക്കിയൊക്കെ നോക്കി ചെയ്തിട്ട് പിന്നെ അതായിട്ട് ഈ ദീപാലങ്കാരമാണ് അതിനേക്കാളും രസം. വരുന്ന വഴികളും മൊത്തം റീലും ബാക്കി. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ താമസിക്കുന്നത്, കൊടികുത്തി മലയിൽ പോയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇഫ്താർ ആഘോഷിച്ച് വരുന്ന ഒരു അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. കൊടികുത്തി മലയിൽ റിസോർട്ട് എടുത്തിട്ട് ഇത് രാത്രിയാണല്ലോ അപ്പം എന്തായാലും ഇഫ്താർ പറ്റുള്ളൂ, കാരണം ബാങ്ക് കൊടുത്തിട്ടാണ് തുടങ്ങുക. എന്നിട്ട് ഈ രാത്രി പിന്നെ അത് കഴിഞ്ഞ് പിരിഞ്ഞ് അതിൻ്റെ റീല് കാര്യങ്ങളൊക്കെ വരിക. ഇതൊക്കെ നേരത്തെ രക്ഷിതാക്കൾ കാണുന്നുണ്ടല്ലോ. എന്താണ് നമ്മൾ രക്ഷിതാക്കൾ അടക്കമുള്ള സ്ഥാപന മേധാവികളടക്കമുള്ള ആളുകളോട് നമുക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്? അല്ലേ, പിന്നെ നസീഫിൻ്റെ സംസാരത്തിൽ അടക്കം വന്നു ഇഫ്താർ ആഘോഷം. ഇഫ്താറും റമദാനും ആഘോഷമാക്കിയത് ആരാ? ഇസ്ലാം ആഘോഷമാക്കിയിട്ടില്ല. അത് കച്ചവട കമ്പോളങ്ങൾ പിന്നെ ത്രസിപ്പിക്കുന്ന ഒരു കാലഘട്ടമാക്കി മാറ്റിയപ്പോഴാണെന്ത് എല്ലാം ആഘോഷം എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നത്. അത് അറിയാതെ നമ്മളും പറഞ്ഞു പോവുകയാണ്. നമ്മൾ ആ രീതിയിലേക്ക് വരികയാണ്. ഇസ്ലാം ഒരിക്കലും റമദാൻ ഒരു ആഘോഷമായിട്ട് കണ്ടിട്ടില്ല. അടങ്ങാനുള്ള കാലമാണ്, ആഘോഷിക്കാനുള്ള കാലമല്ല റമദാൻ എന്ന് പറയുന്നത്. ഇഫ്താറും തന്നെ ആഘോഷമൊന്നുമല്ല. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഞെക്കിക്കൊല്ലലുണ്ട്, നക്കിക്കൊല്ലലുണ്ട്, അല്ലേ? രണ്ടിലും ചാവും. രണ്ടിലും അവസാനം ആള് മരിക്കും. എന്താ ഒരു ആലിംഗനം പറയല്ലേ, ധൃതരാഷ്ട്രാലിംഗനം, അല്ലേ? അതാണ് ഈ പരിപാടി. അതായത് ശൈത്താൻ ശരിക്കും ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് മുസ്ലിം സമുദായത്തോടാണ് ഞാൻ പറയുന്നത്, മുസ്ലിം രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത്, അതുപോലെ ഇസ്ലാമിക പണ്ഡിതന്മാരോടാണ് ഞാൻ പറയുന്നത്. ഈ വിഷയത്തെ എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യണം, വേഗം അഡ്രസ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് വലിയ പരിക്കുകൾ ഉണ്ടാക്കും. കാരണം ഒന്ന് ശൈത്താൻ നമ്മുടെ പരിപാടി എന്താ ഒപ്പിക്കുകയെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഇസ്ലാമിക കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാതെ എങ്ങനെ മനുഷ്യന്മാരെ അകറ്റാൻ പറ്റുമെന്നാണ് നോക്കുക. അതൊരു നിലക്കും നടക്കണില്ല എന്ന് തോന്നിയാൽ ഇസ്ലാമിക പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുക അവൻ്റെ വിശ്വാസത്തിന് മായം കലർത്താൻ പറ്റുമോ നോക്കും. അവനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചാൽ മതി, എന്നാൽ പിന്നെ ഒരു പ്രവർത്തനം സ്വീകരിക്കില്ല. കാരണം അവൻ്റെ നരകത്ത് കൊണ്ടുപോലേ വേണ്ടുള്ളൂ. അതും നടക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്ത് ചെയ്യിപ്പിക്കും. ഈ ബിദ്അത്ത് ചെയ്യിപ്പിച്ചുള്ള സുഖം എന്താ വെച്ചാൽ, ചെയ്യുന്നതൊക്കെ പുണ്യമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഒരു കാലത്തും തൗബ ചെയ്യൂല, ഒക്കെ പുണ്യമല്ല വിചാരിക്കുക. അപ്പോൾ ശൈത്താന് നല്ല ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. ഏകദേശം മദ്യപിക്കുന്ന, അതുപോലെയുള്ള മറ്റ് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ മോശപ്പെട്ട കാര്യങ്ങൾ കാണുന്ന ആളുകളൊക്കെ ഒരു റമദാൻ മാസം എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് വരും, നോമ്പിലേക്ക് വരും, പശ്ചാത്തപിക്കാൻ വരും, ഒന്ന് നന്നാകാൻ വേണ്ടി. ഇതാ ജാ റമദാൻ ഫുത്തിഹത്ത് അബുവാബ് ജന്ന വഉല്ലിഖത്ത് അബുവാബ് നാർ വസുഫിദത്ത് ഷയാത്തി എന്ന് പറഞ്ഞല്ലേ, പിശാച്ചിനെ പിടിച്ച് ചെങ്ങലക്കിടുന്ന കാലാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അന്തരീക്ഷം ശരിക്കും അനുകൂലമായി കിട്ടുകയാണ് നന്നാകാനും. അപ്പോൾ പിന്നെ ആൾക്കാരെ പിടിച്ചാൽ കിട്ടൂല, എല്ലാവരും റമദാനെ കണ്ട് ഒഴുകുകയാണ്. കാരണം നോമ്പ് വലിക്കാതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമാണെന്നുള്ള എന്തുണ്ട് വന്നിട്ടുണ്ട്, ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ശൈത്താൻ ചെയ്യുന്ന പരിപാടിയാണ് എന്താ വെച്ചാൽ, എന്നാൽ നോമ്പൊന്നും ഉഷാറാക്കി കൊടുക്കുക. അപ്പോൾ ഇഫ്താർ ഉഷാറാക്കുക. നടക്കുന്ന പരിപാടി എന്താ, നേരത്തെ നടന്ന പരിപാടി തന്നെ. അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിങ്കിൾ ചെയ്യണം, അവർക്ക് പൊട്ടി പൊട്ടി ചിരിച്ച് സംസാരിക്കണം, അവർക്ക് പിന്നെ ശൃംഗരിക്കണം. ഇതൊന്നും ഇസ്ലാമികമായിട്ട് അനുവദിച്ച കാര്യമല്ല. അപ്പോൾ അത് റമദാൻ്റെ പേരിൽ ചെയ്യുക. അപ്പോൾ സാധാരണയാകുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതായാലും റമദാൻ ഇഫ്താർ സംഘടിപ്പിക്കുക. ഇഫ്താർ സംഘടിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പിന്നെ വത്തക്ക മുറിക്കാൻ കൊടുക്കുക, മറ്റേൾക്ക് കൊടുക്കുക, എന്നിട്ട് അത് റീൽസ് ആക്കുക, എന്നിട്ട് രണ്ടാൾ ഒരുമിച്ച് നിൽക്കുക, എന്നിട്ട് ഒരാൾ വായിക്ക് മറ്റൊരാൾ വെച്ച് കൊടുക്കുക, ഇയാൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതന്നെയല്ലേ ഇതുവരെ നടന്നത്, ഇത് തന്നെയാണ് ഇതുവരെ നടന്നത്. ഇതുവരെ നടന്ന സാധനം തന്നെ റമദാൻ്റെ കുപ്പായിട്ടും കണ്ട് എന്ത് ചെയ്യുക, ആ രീതിയിൽ നടത്തി കാണിച്ചു കൊടുക്കുക. അപ്പോൾ നടക്കേണ്ടതൊക്കെ നടക്കും. പിന്നെ രാത്രി തങ്ങല്ലേ വേണ്ടത്, എല്ലാത്തിനും ആവശ്യം എന്താ, രാത്രി തങ്ങണം. വീട്ടിൽ നിന്ന് മാന്യമായൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ട്യൂഷനുകളൊക്കെ രാത്രി 10 മണി വരെയാണ്. ഇപ്പോൾ ആ ട്യൂഷൻ്റെ പേരും പറഞ്ഞിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, രാത്രി പുറത്തിറങ്ങുകയാണ്. പെരേക്കൊണ്ട് എത്തുമ്പോഴേക്ക് പിന്നെ വീണ്ടും പുറത്തിറങ്ങുകയാണ്. അതേപോലെ ഇത് നല്ല സുഖമല്ലേ, കാരണം ഇഫ്താർ പിന്നെ മഗ്‌രിബിനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പുറത്തിറങ്ങാം. എന്നിട്ട് അവർക്ക് പരസ്പരം മിങ്കിൾ ചെയ്ത് രാത്രി 10 മണിക്കും 11 മണിക്കും ഈ മലയിലും അവിടെയും കാട്ടിലും ഒക്കെ പോകാം. അതായത് നാട്ടിൽ സാധാരണ നടക്കുന്നതൊക്കെ റമദാൻ മാസത്തിലും നടക്കാൻ വേണ്ടി ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു കെണിയിൽ പോയിട്ട് ഈ സമുദായം ഒന്നായിട്ട് കുരുത്തി പോയി വീണ മാതിരി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയേണ്ടത് ആദ്യം രക്ഷിതാക്കളാണ്. നേരത്തെ അമിത് ഭാഷ പറഞ്ഞ പോലെ രക്ഷിതാക്കൾ എവിടേക്കായി കുട്ടികൾ പോണത്? അവിടെ ഇഫ്താർ നേക്കുമ്പോഴേക്ക് ഇഫ്താർ ഇവിടെ മതി, വീട്ടിൽ മതി. ദീനി ബോധമുള്ള ഒരു രക്ഷിതാവാണെങ്കിൽ അതാ പറയേണ്ടത്. അത് സാധാരണ ഉള്ളവരിന്ന് മതി, ഈ റമദാൻ മാസത്തിൽ ആ ജാതി പരിപാടിക്ക് പോകേണ്ടതില്ല എന്ന് നട്ടലുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ അത് പറയണതിന് കാശ് കൊടുക്കാനും പോകേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം സ്ഥാപനങ്ങൾ
ഇത് സംഘടിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നതിൻ്റെ വേറെ ഇത് നേരത്തെ നസീഫ് പറഞ്ഞതിനാണ് വേറൊരു എലമെൻ്റ് ഇതാണ്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ആഘോഷത്തൊരു ലിബറൽ ജീവിത രീതിയും ഏത് കാലത്തും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് കുപ്പായിടുന്നത്. മറ്റൊരു രീതി എന്ന് പറയുന്നത് അത് പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷം നടത്തി, ഓണത്തിൻ്റെ ആഘോഷം നടത്തി, വേറെയുള്ള ആഘോഷം നടത്തി. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ തിരഞ്ഞിട്ട് അതേപോലെ നടത്താൻ പറ്റിയ ആഘോഷം കിട്ടണില്ല. ഇതിപ്പോൾ വലിയൊരുനാളിന് കൊണ്ട് മൂരിനിറക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം എന്താ അപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്നാൽ ഇഫ്താർ ആയിക്കോട്ടെ. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് വരുന്നുണ്ട്. അതൊന്നും എല്ലാവരും അവരുടെ വീട്ടിൽ പോയി ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് എല്ലാവരും പിന്നെ ഒരുമിച്ച് കൂടുക. അവിടെ ഇതൊക്കെ വേറൊരു അപ്പോൾ എന്തായാലും തൂക്കൊപ്പിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ. ആ തൂക്കൊപ്പിക്കണീൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ജാതി സംഗതികൾ വരും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ റമദാൻ മാസം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് കൂടുതൽ ആത്മീയതയിലേക്ക് വരാനും കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും. നാവിന് നോമ്പുണ്ട്, കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, അവൻ്റെ എല്ലാ കാര്യത്തിനും നോമ്പുണ്ട്. മല്ലം മെദ ഖൗലസ്സൂരി വല്ലമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അയ്യദത ആമഹു വശറാബഹു എന്നാണ്. നിങ്ങൾ മോശപ്പെട്ട സംസാരങ്ങളും പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണതിൽ അള്ളാഹുവിന് ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട. അതല്ല ആത്മാവ് പറയുന്ന നോമ്പിൻ്റെ. എന്നിട്ട് ഈ ജാതി നേരത്തെ പറഞ്ഞ പോലെയുള്ള മാത്താങ്കൂത്ത് കാണിക്കാനാണ് റമദാൻ മാസം. ഇവരുടെ ആ രാത്രിക്കത്തെ തറാവീസ്കാരം കിട്ടും ഇവർക്ക് മര്യാദക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് ശക്തമായിട്ട് സമുദായം ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാം ആഘോഷിച്ച് അത് കച്ചവട കമ്പോളം ത്രസിപ്പിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്ന രീതി ഒരിക്കലും ശരിയല്ല. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അതിശക്തമായി രംഗത്ത് വരണം. പക്ഷെ ഇതിനൊക്കെ ഇനി ഒത്താശ പറഞ്ഞു കൊടുക്കണേ, ഇതിനൊക്കെ ആയത്വ ഹദീസ് ഉണ്ടാക്കി കൊടുക്കണേ ആളുകളും വേറെ ഉണ്ടാവും. അവരെയും നമ്മൾ തിരിച്ചറിയണം.